ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന മഹൽ പേരാണ്. മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹദിയാണ്. നഫീസത്ത് മാല പഴയ കാലത്ത് ഇപ്പോഴും ചൊല്ലുന്നവരൊക്കെ വീടുകളിൽ നിന്നും പാരമ്പര്യമായി ചൊല്ലി വരാറുണ്ട്. പ്രയാസങ്ങളും പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ അത് ചൊല്ലിയാൽ പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു നഫീസത്തുൽ മിസ്രിയ എന്ന് കാണാൻ കഴിയും. അവര് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ പേരമകളാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്തത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സൈനുൽ ആബിദീൻ, അലി സൈനുൽ ആബിദീൻ എന്നിവരുടെ മകൻ ജഅഫർ സ്വാദിഖ്, മുഹമ്മദുൽ ബാഖിറിയുടെ മകൻ ജഅഫർ സ്വാദിഖ് എന്നിവരുടെ മകൻ ഇസ്ഹാഖ് എന്നിവരാണ്. ചുരുക്കത്തിൽ ഫാത്തിമ ബിയുടെ പേരക്കുട്ടികളിൽ ഫാത്തിമ ബിയുടെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ഇസ്ഹാഖ് എന്നവരാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരമക്കളിൽപ്പെട്ട നഫീസത്തുൽ മിസ്രിയയെ വിവാഹം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിലും പേരക്കുട്ടികളിലും പെട്ട മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ. അവരുടെ ഭർത്താവായ ഇസ്ഹാഖ് എന്നവർ വലിയ മഹാനും പണ്ഡിതനും ആയിരുന്നു. നഫീസത്തുൽ മിസ്രിയക്ക് ഈ ഇസ്ഹാഖ് എന്നവരിൽ നിന്നും 2 മക്കൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഖാസിം, മറ്റൊന്ന് ഉമ്മു കുൽസൂം. ഖാസിം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ ആദ്യ മകന്റെ പേരാ ഖാസിം. ആ പേരാണ് നഫീസത്തുൽ മിസ്രിയയുടെ ഒരു മകന്റെ പേര്. മറ്റൊരു മകളായിരുന്നു ഉമ്മു കുൽസൂം. പക്ഷേ ഈ ഖാസിമും ഉമ്മു കുൽസൂമും നഫീസത്തുൽ മിസ്രിയയുടെ മക്കൾ 2 പേരും വേഗത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ജനിച്ചത് പരിശുദ്ധമായ മക്കയിലാണ്. നഫീസത്ത് മക്കയിൽ 145 വർഷം, ഹിജറ 145 വർഷം. റസൂലുള്ളാഹ് ഹിജറ പോയി ആകെ 145 വർഷമായപ്പോഴാണ് നഫീസത്തുൽ മിസ്രിയയുടെ ജനനം. ചൊല്ലുവാൻ സേനത്തിനാൽ എന്ന് പറഞ്ഞിട്ട് നഫീസത്ത് മാലയിൽ കാണാം. ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്ന് ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്ന് എന്ന് തുടങ്ങുന്ന വരി പഴയ കാലത്തൊക്കെ ഉമ്മമാര് ചൊല്ലാറുള്ള വരിയാണ്. അതിൽ ചൊല്ലുവാൻ സേനത്തിനാൽ നൂറും ചദർ ഫത്ത് ജബദനിൽ ദിക്കായ മക്ക ജബദനിൽ ഫക്കായ മക്ക ദിക്കതിൽ ഊദിത്തേ. നഫീസത്തുൽ മിസ്രിയ മക്കയില് ഹിജറ 145 അപ്പോ 100 വർഷം കഴിഞ്ഞ് 145 വർഷമായപ്പോൾ ഹിജറ റസൂലുള്ളാഹി വഫാത്തായി 135 വർഷമായപ്പോൾ ജനിച്ചിട്ടുണ്ട്. അവര് മക്കയിൽ ജനിച്ചു. മദീനയിലായിരുന്നു ആദ്യകാലത്ത് വളർന്നത്. ചെറുപ്പം മുതല് ഇബാദത്തില് ധാരാളം നിസ്കാരത്തിലും ഇബാദത്തിലും
ദുഞ്ഞാവിനോടുള്ള പ്രേമം ഒഴിവാക്കിക്കൊണ്ടും പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കും എല്ലാ അധിക ദിവസവും. രാത്രി പാതിരക്ക് വെക്ക നിസ്കാരത്തോടെ നിസ്കാരം ഇങ്ങനെ നിർവഹിക്കുന്ന മഹദിയായിരുന്നു മഹദി. നഫീസത്ത് മാലയിൽ തന്നെ അത് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, അധിക സമയവും മക്കയിലെ ഹറമിൽ പോയി അവര് കൂടുമായിരുന്നു. 30ഓളം ഹജ്ജ് അവര് ചെയ്തിട്ടുണ്ട്. അധികവും നടന്നുകൊണ്ടായിരുന്നു പോയിരുന്നത്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കണ്ണുനീർ എപ്പോഴും വാർക്കുന്നവരായിരുന്നു നഫീസത്തുൽ മിസ്രിയ. പരിശുദ്ധമായ ഹജ്ജിനും മറ്റുമൊക്കെ മക്കയിൽ പോകുമ്പോൾ 30 ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. കഅബ ഷരീഫിന്റെ കില്ല പിടിച്ചുകൊണ്ട് അവര് ദുആ ചെയ്യും, ഇലാഹി വസയ്യിദി വമൗലായ്, എന്റെ അല്ലാഹ്, എന്റെ സയ്യിദായ, എന്റെ സഹായിയായ, എന്റെ ഇലാഹായ അല്ലാഹ്, മത്തീനി വഫർരീനി ബിർളാക്കന്നി, നീ എനിക്ക് നിന്റെ പൊരുത്തം കൊണ്ട് സന്തോഷം നൽകണേ, നീ സുഖിപ്പിക്കണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ധാരാളം ദുആ ചെയ്യുന്നവരായിരുന്നു. കരഞ്ഞു ദുആ ചെയ്യുമെന്ന് കാണാം. നഫീസത്തുൽ മിസ്രിയായ സേവകയായിരുന്ന സൈനബ ബിന്തു യഹ്യ എന്ന മഹദിയുണ്ടായിരുന്നു. നഫീസത്തുൽ മിസ്രിയയുടെ സഹോദരന്റെ പുത്രിയായിരുന്നവർ. അവര് പറയാണ്, ഞാൻ എന്റെ അമ്മായിക്ക് നാൽപ്പത് വർഷം സേവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നഫീസത്തുൽ മിസ്രിയ രാത്രി ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇബാദത്തിലായി, നിസ്കാരത്തിലായി കഴിച്ചുകൂട്ടും, ഖുർആൻ പാരായണത്തിൽ കഴിച്ചുകൂട്ടും, ദിക്റിനായി കഴിച്ചുകൂട്ടും. രാത്രി ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. വെറുതെ സംസാരിച്ചിരിക്കല്ല, ദിക്റും ദുആയും ഖുർആൻ ഓത്തും. വലാ അഫ്തറത്ത് ബിനഹാർ, പകല് നോമ്പ് ഒഴിവാക്കലേ ഇല്ല, എല്ലാ പകലും നോമ്പാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമാ തർഫഖീന ബിനഫ്സിക്, നിങ്ങളുടെ ശരീരം ആകെ ക്ഷയിച്ചു പോകില്ലേ ഉറങ്ങാതെ പകല് മുഴുവനും നോമ്പും ആയിട്ട് കഴിഞ്ഞാൽ? റെസ്റ്റ് അല്പം വേണ്ട എന്ന് ചോദിക്കുമ്പോൾ നഫീസത്തുൽ മിസ്രിയ പറയും, കൈഫർഫുഖു ബിനഫ്സി വഖുദ്ദാമി ഖബാത്തുൻ ലാ യഖതഉഹുന്ന ഇല്ലൽ ഫായിസൂൻ, ഞാൻ എന്റെ നഫ്സിന്, എന്റെ ശരീരത്തിന് എങ്ങനെ മയം ചെയ്യും, എങ്ങനെ റെസ്റ്റ് കൊടുക്കും? എന്റെ മുന്നിൽ ധാരാളം കടമ്പകളുണ്ട്, വിജയം വരിച്ചവരല്ലാതെ കടമ്പകൾ വിട്ടുകടക്കുകയില്ല, അതുകൊണ്ട് എന്റെ പരലോകം രക്ഷപ്പെടണ്ടേ എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു. അവിടുത്തെ ഖാദിമായ സൈനബ ബീവിയോട് ചോദിച്ചു, നഫീസത്തുൽ മിസ്രിയ എങ്ങനെയാണ് ഭക്ഷണം? അപ്പോൾ പറഞ്ഞു, മാകാന ഖൂതു സയ്യിദത്തി നഫീസ, ചോദിച്ചപ്പോൾ പറഞ്ഞു, കാനത്ത് കുലു ഫീ കുല്ലി സലാസി അയ്യാമിൻ അക്കല, 3 ദിവസം കൂടുമ്പോൾ ഒരു തീറ്റി ഉണ്ടാവും, വേറെ തീറ്റൊന്നുമില്ല. വകാനത്ത് ലഹാ സല്ലത്തും മുഅല്ലഖ അമാമ മുസല്ലാഹ, അവരുടെ മുസല്ലന്റെ മുന്നിൽ ഒരു സഞ്ചിയുണ്ട്. അവര് എപ്പോ ആഗ്രഹിച്ചാലും ആ സഞ്ചിയിൽ അവർക്ക് ഭക്ഷണം, 3 ദിവസം കൂടും ഒരു തവണയാണ് ഭക്ഷണം, ഈത്തപ്പഴം മറ്റൊക്കെ ഉണ്ടാവാം, സഞ്ചിയിൽ നിന്നും ഭക്ഷണം എടുത്തു കഴിക്കും. അത്ഭുതകരമായിട്ട്, കറാമത്തായിട്ട്, വേറെ അവിടെ ഒന്നുമില്ലാത്ത കോലത്തില്. അപ്പോൾ സൈനബ ബീവി പറയാണ്, ഞാൻ ചോദിച്ചു അമ്മായിയോട്, ഇതെങ്ങനെ ഇങ്ങനെ ഭക്ഷണം എത്ര കാലമായിട്ടും കിട്ടുന്നുണ്ടല്ലോ, ഇത് തീരുന്നില്ലല്ലോ? അപ്പോൾ പറഞ്ഞു, യാ സൈനബേ, മൻ ഇസ്തഖാമ മഅല്ലാഹി കാനൽ കൗനു ബിയദിഹി വഫീ തഅത്തിഹി, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന് ഇസ്തിഖാമത്ത് ചെയ്ത് തഖ്വ ചെയ്ത് അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ അവൻക്ക് എല്ലാം കീഴ്പ്പെടും. അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ അള്ളാഹു അത്ഭുതകരമായി നൽകും.
എന്ന് മഹദി അവറുകൾ മറുപടി പറയുകയും ചെയ്തു. ഇനിയും ധാരാളം മഹദി അവറുകളെ പറ്റി സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസുകളിൽ അത് പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.